വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ ഏറ്റവും ശക്തനായി യേശു ക്രിസ്തുവിന്റെ ദൗത്യം ശിരസാ വഹിച്ചുകൊണ്ട് ഒരു മെഴുകുതിരി കണക്കെ എരിഞ്ഞു തീർന്ന സാധാരണക്കാരനിൽ അസാധാരണക്കാരനായിരുന്നു ദൈവത്തിന്റെ ദാസൻ ധന്യനായ പൗലോസ്ലീഹ. പൗലോസ്ലീഹയുടെ ജീവിതത്തിന്റെ സന്ധ്യാവേളയിലേക്ക് ചരിത്രം വരുമ്പോൾ താൻ എഴുതിയ വിൽപ്പത്ര ലേഖനമാണ് തിമത്യോസിന്റെ 2-ാം ലേഖനം. മരണം ഒരു വെളിപ്പാടകലെ തന്റെ കൺമുൻപിൽ വന്നു നിൽക്കുകയാണ്. മരിക്കുന്നതിന് മുൻപ് മരണസ്ഥലം എവിടെയാണ്? മരിക്കുന്നതിന് മുൻപ് മരണവിധം എങ്ങനെയാണ്? മരിക്കുന്നതിന് മുൻപ് മരണസമയത്ത് തന്റെ കഴുത്തു മുറിയുന്ന ചോര എങ്ങനെയാണ് ഒഴുകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പൗലോസ് തിമത്യോസിന്റെ 2-ാം ലേഖനം കുറിക്കുന്നത്. തിമത്യോസിന്റെ 2-ാം ലേഖനം കുറിക്കുമ്പോൾ പൗലോസ് എത്തി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അത് അനുകൂലമായ മാനസികാവസ്ഥയല്ല. ആസ്യാക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. സ്തോത്രം. എല്ലാവരും എന്നെ കൈവിട്ടു. എന്നാൽ അടുത്തൊരു പ്രയോഗമുണ്ട്. എന്നാൽ കർത്താവ് എനിക്ക് തുണ നിന്നു. ഈ രാത്രി ഓർക്കുക, ഉപ്പിനോളം ഒക്കുമോ ഉപ്പിലിട്ടത് എന്ന സത്യമായ പഴഞ്ചൊല്ലു പോലെ യേശു ക്രിസ്തുവാണ് ശോധനയുടെ നടുവിൽ നമുക്ക് മാതൃകയെങ്കിൽ ആ കാഴ്ചവടുകളെ പിൻപറ്റുന്ന ദൈവവൈതലേ, നീ എത്ര കോടീശ്വരനാണെങ്കിലും നീ കൃപയിൽ നിൽക്കുന്ന ദൈവവൈതലാണോ, നിന്നെ ശുദ്ധീകരിക്കാനുള്ള ശോധനകൾ അനുവദിക്കപ്പെട്ടിരിക്കും. ഞാന് ഹൃദയവേദനയോടെയാണ് ആ രംഗം ഓർക്കുന്നത്. പൗലോസിന്റെ ജീവിതത്തിന്റെ സന്ധ്യാഘട്ടം അതൊരു സാധാരണ രംഗമല്ല. അദ്ദേഹം ഒടുവിലായി അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കപ്പെട്ടത് ചരിത്ര പ്രസിദ്ധമായ മർമാട്ടിൻ ഗുഹയിലാണ്. ടൈബർ നദി കൂലംകുത്തി പതഞ്ഞു നുരഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു വശത്ത് ഉയർന്നു നിൽക്കുന്ന കരിമ്പാറയിൽ തൊട്ട് താഴേക്ക് കുത്തിയിറക്കി പണിത ചരിത്ര പ്രസിദ്ധമായ ഗുഹയാണ്, ജയിൽ മുറിയാണ് മർമാട്ടിൻ ഗുഹ. ആ മർമാട്ടിൻ ഗുഹ ചരിത്ര വിസ്മൃതികൾ പേര് ഇന്നുമുണ്ട്. ഇന്നും ആ ഗുഹയുണ്ട്. ആ ഗുഹയിൽ നിന്നാണ് അന്ത്യയാത്ര പറഞ്ഞ പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെടുവാൻ പോകുന്നത്. ആ ഗുഹയിൽ നിന്നാണ് പൗലോസ് കുലനിലത്തേക്ക് നടത്തപ്പെടുന്നത്. ചരിത്രത്തിൽ അതിന്റെ ചില വിശദീകരണങ്ങളുണ്ട്. ക്രൈസ്തവ സഭാ യുഗത്തിൽ ഏറ്റവും നീചവും ക്രൂരവും മനുഷ്യത്വരഹിതവുമായി ക്രൈസ്തവ സഭയെ പീഡിപ്പിച്ച ആഗോള വ്യാപക പീഡനത്തിന് നേതൃത്വം നൽകിയ 2 പ്രധാന റോമൻ ഭരണാധികാരികളുണ്ട്. ഒന്ന് നീറോയാണ്, മറ്റൊന്ന് ഡൊമീഷ്യനാണ്. ഡൊമീഷ്യന്റെ കാലഘട്ടത്തിലെ പീഡയേക്കാൾ ക്രൂരമായിരുന്നു നീറോയുടെ കാലഘട്ടത്തിലെ പീഡ. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിക്കുക, വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിക്കുക, വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം തകർക്കുക മാത്രമല്ല, കുതിരയുടെ വാലിൽ ഉദരം പിളർന്ന് കുടൽമാല പിടിച്ചു കെട്ടി വഴിയിലൂടെ വലിച്ചിഴച്ച് കൊല്ലുക. സ്തോത്രം. മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീയിലിട്ട് ചുട്ടുകൊല്ലുക, തലകീഴായി തൂക്കിയിട്ട് തല മാത്രം കരിയിലയും മറ്റവശിഷ്ടങ്ങളും ചേർത്ത് വെച്ച് കത്തിച്ച് പിടപ്പിച്ചു കൊല്ലുക. ഇത്രമാത്രം ക്രൂരമായ കുലപാതക രീതി ഈ നീചനും അധർമ്മിയും മനോരോഗിയുമായ, അയാളൊരു മനോരോഗിയായിരുന്നു നീറോ. സ്വന്തം ഭാര്യയെ സ്വന്തം കൈകൊണ്ട് 2 ഭാര്യമാരെ കൊന്നു. സ്വന്തം അമ്മയെ കൊന്നത് സ്വന്തം കൈകൊണ്ടായിരുന്നു. ആത്മഹത്യയായിരുന്നു ഒടുവിൽ. അദ്ദേഹം ഏറ്റവും മനോഹരമായ അദ്ദേഹത്തിന്റെ ഹോബി ഇരയുടെ മരണപ്പിടച്ചിൽ കണ്ട് സന്തോഷിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു സമയത്തെ കുറിച്ച് സഭാചരിത്രത്തിൽ രേഖയുണ്ട്. റോമൻ കൊട്ടാരത്തിന്റെ മുറ്റത്തുള്ള പൂന്തോട്ടത്തിനകത്ത് ഓരോ പ്രധാന ഭാഗത്തും ഇരുമ്പ് തൂണുകൾ നാട്ടി ക്രൈസ്തവരെ മെഴുകുശീലകൾ ചുറ്റി നിർത്തിയതിനു ശേഷം ഗേറ്റ് അടച്ച് സമ്പൂർണ്ണ വിവസ്ത്രനായി കുതിരപ്പുറത്ത് കയറി ഒരേ സമയം ക്രൈസ്തവരുടെ ബോഡികൾക്ക് കത്തി തീ കൊടുത്ത് ആ കത്തുന്ന ബോഡി പിടച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഇരയുടെ മരണപ്പിടച്ചിൽ കണ്ട് അട്ടഹസിച്ച് ഇതിന് നടുവിലൂടെ യാത്ര ചെയ്ത മനോരോഗിയായിരുന്നു നീറോ. അത്ര ക്രൂരമായിരുന്നു നീറോയുടെ പീഡനങ്ങൾ. അങ്ങനെ ഇരിക്കുന്ന പ്രത്യേക കാലഘട്ടത്തിൽ സ്തോത്രം റോമ പട്ടണത്തെ
അതിഭീകരവും തന്ത്രപരവുമായി അദ്ദേഹം വിദഗ്ധമായി കത്തിച്ചു. കാരണം ഇദ്ദേഹം ഒരു ശില്പകലാ വിദഗ്ധനായിരുന്നു. വെണ്ണക്കല്ലിൽ തീർത്ത റോമാപട്ടണത്തിന്റെ മനോഹരമായ ഒരു പ്ലാൻ നിവർത്തീകരിക്കേണ്ടതിന് സാധാരണക്കാരായ താമസക്കാരെ ഒഴിവാക്കാൻ ഒരു പട്ടാപ്പകൽ റോമാപട്ടണത്തിന് അദ്ദേഹം തീ കൊടുത്തു. തീ കൊടുത്തെന്ന് മാത്രമല്ല, അപ്പോഴേക്കും സ്ത്രീകളും കുഞ്ഞുങ്ങളും നിരപരാധികളും താൽക്കാലിക പർണശാലകൾ പോലെ കെട്ടിയ ജനങ്ങൾ സുരക്ഷിതത്വത്തിന് വേണ്ടി മതിൽക്കെട്ടുകളുള്ള പട്ടണങ്ങളിൽ പാർക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ആ വിധത്തിലുള്ള കൊച്ചു വീടുകൾക്കകത്ത് വെന്തരിഞ്ഞതിനാൽ ജനക്കൂട്ടം പ്രക്ഷോഭം സംഘടിപ്പിച്ച് കൊടുങ്കാറ്റ് പോലെ കൊട്ടാരത്തിന് നേരെ അടുത്തു. ഈ അഗ്നിബാധയുടെ ഉത്തരവാദികൾ ക്രൈസ്തവരാണ് എന്ന് നീറോ തന്റെ തന്ത്രപരമായ ആളുകളെ കൊണ്ട് പറഞ്ഞു നിരത്തിയപ്പോൾ ക്രൈസ്തവർക്ക് നേരെ ആ കാലഘട്ടത്തിലെ ആളുകളുടെ വൈരാഗ്യവും വൈര്യനിര്യാതനവും തിരിഞ്ഞു. കണ്ണിൽ കണ്ട് ക്രൈസ്തവരെ മുഴുവൻ കൂട്ടക്കൊല നടത്തുകയാണ്. അങ്ങനെ ഇരിക്കെ അന്ന് അറിയപ്പെട്ട 2 സഭാ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു. ഒന്ന് പത്രോസിനെ ആയിരുന്നു. ബാബിലോണിൽ നിന്നും അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ റോമിൽ എത്തിക്കുകയായിരുന്നു. മറ്റൊന്ന് പൗലോസിനെ ആയിരുന്നു. പത്രോസിനെ തലകീഴായി ക്രൂശിക്കുവാൻ ആ നിലകളിൽ കുലനിലത്തേക്ക് കൊണ്ടുപോയി. പൗലോസ് ഈ ഗുഹയ്ക്കകത്ത് കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ ഇവിടെ ഇരിക്കുകയാണെങ്കിലും ഒരു മിനിറ്റ് നിങ്ങൾ ആ മർമാട്ടിൻ ഗുഹയിലേക്കൊന്ന് വരണം. ഗുഹയുടെ രംഗം ഒന്ന് കാണാൻ. ഒരു വശത്തൂടെ ടൈബർ നദി പതഞ്ഞു നുരഞ്ഞൊഴുകുന്നു. ടൈബർ നദിയുടെ ഒരു വശത്ത് ചരിഞ്ഞു നിൽക്കുന്ന കരിമ്പാറ. ആ കരിമ്പാറയിൽ കുത്തനെ താഴേക്ക് ഇറക്കി പണിതിരിക്കുന്ന ഒരു ഗുഹ. ഈ ഗുഹയുടെ അടിയിൽ വെള്ളക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലമുണ്ട്. ഈ ഗുഹയുടെ ഭിത്തിയിൽ ഏതാണ്ട് 2-2.25 അടി വലിപ്പത്തിൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു കൽക്കഷണമുണ്ട്. ആ കൽക്കഷണത്തിലോട്ട് കുറ്റവാളി കയറിയിരുന്നാൽ മുകളിൽ ഒരു കൽപ്പാളി കൊണ്ട് അടയ്ക്കുന്ന ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി തുകൽ ചുരുൾ നിരത്തി വെച്ച് എഴുതാം. അതിലൂടെയാണ് കുറ്റവാളിക്ക് ജീവൻ കിടക്കാൻ അപ്പമിട്ട് കൊടുക്കുക. ആ ഗുഹയ്ക്കകത്ത് ഈ ദൈവദാസൻ കിടക്കുന്ന സമയം തനിക്ക് മനസ്സിലായി, തന്റെ മരണം സാധാരണ മരണമല്ല. തന്റെ മരണം ഒരു യാത്രയ്ക്ക് ശേഷമുള്ള ഒരു മരണമായിരിക്കും. തന്റെ മരണം സാധാരണ മരണമല്ല. തന്റെ മരണം സ്തോത്രം പാനീയ യാഗബലിയായിരിക്കും. യാഗമൃഗത്തിന്റെ രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയുന്ന ബലിയാണ് പാനീയ യാഗം. തന്റെ കഴുത്തു മുറിക്കാൻ ഉപയോഗിക്കുന്ന പീഠത്തിന്റെ ചുവട്ടിൽ തന്റെ രക്തം വീഴും. ഇത് ബോധ്യപ്പെട്ടുകൊണ്ട് മരണത്തോടടുത്ത സമയം ഒരു പരാജിതനെ പോലെ തല താഴ്ത്തിയല്ല, ശ്രദ്ധിക്കണം, ഒരു ജയാളിയെ പോലെ തല ഉയർത്തിപ്പിടിച്ച് ഓട്ടം തികയ്ക്കാൻ ആഗ്രഹിച്ച ഒരു അത്ലറ്റിന്റെ ധൈര്യത്തോടെ ആ കല്ലിലോട്ട് കയറിയിരുന്ന് മുകളിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി തുകൽ ചുരുൾ നിരത്തിവെച്ച് അഭിഷേകത്തിന്റെ ശക്തിയോടെ ഈ ദൈവദാസൻ കുറിക്കുകയാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. മകനെ തിമത്തിയോസേ, ശീതകാലത്തിന് മുൻപേ വരുവാൻ ഉത്സാഹിക്ക. നീ പോരുമ്പോൾ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൂടെ കൊണ്ടുപോരുക. മോനെ, കുഞ്ഞെ, എത്രയും വേഗം ഇവിടെ എത്തണം. കൊടും ശൈത്യം ഈ വൃദ്ധന് സഹിക്കാൻ പറ്റില്ല. അസ്ഥി കോച്ചുന്ന തണുപ്പാണ് ഇങ്ങ് വരാൻ തുടങ്ങുന്നത്. ചില ദിവസങ്ങൾക്കുള്ളിൽ ഈ യൂറോപ്പിന്റെ മണ്ണിൽ ആ കൊടും ശൈത്യം ആരംഭിക്കും. മക്കളെ, പിടിച്ചു നിൽക്കാൻ ഈ വൃദ്ധന് ആരോഗ്യമില്ല. അതുകൊണ്ടൊരു പുതപ്പ് എനിക്ക് ഇഞ്ഞ് തരണേ. ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, പ്രാർത്ഥിച്ച് പുതപ്പ് അതേ അശരീരി പശ്ചാത്തലത്തിൽ നിന്ന് വിളിച്ചു വരുത്തിയൊന്നുമില്ല. തന്റെ ദാസന്റെ അവസ്ഥയിലേക്ക് ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ രാത്രി ദൂതിന് നടുവിൽ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയട്ടെ,
അത് പുതയ്ക്കാൻ ഒരു പുതപ്പില്ലെങ്കിലും പ്രാപിച്ച ദൈവകൃപ നഷ്ടപ്പെടുത്താതെ നിത്യ വീട്ടിലെത്തിയ കർത്തൃദാസൻ ഈ തലമുറയ്ക്കൊരു മാതൃകയായിരിക്കട്ടെ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, കയറിയിരുന്ന് ഓടിക്കാൻ പുത്തൻ കാറ് കിട്ടുമെന്ന് പറഞ്ഞല്ല നീ ദൈവത്തെ ആരാധിക്കേണ്ടത്. നിയമം മാറിയാൽ ഭണ്ഡാരത്തിൽ ചേരുന്ന അടുത്ത തുണ്ട് വസ്തു കൂടെ വാങ്ങിക്കാൻ പ്രാർത്ഥിച്ച് നിയോഗം കെടുക്കാനല്ല ഈ ആരാധനയ്ക്കകത്ത് നീ പങ്കെടുക്കേണ്ടത്. ഇന്ന് രാത്രി നീ കിടന്നുറങ്ങുന്ന കിടപ്പറ നിന്റെ മരണയറയായി മാറിയാൽ, നിന്റെ ഓട്ടം തീർന്നാൽ, നിന്റെ വീട് നിന്റെ തലയ്ക്ക് മുകളിലായിരിക്കത്തക്ക വിധം നിത്യതയ്ക്കായി നിന്നെ ഒരുക്കാനാണ് ദൈവാത്മാവ് രാത്രി ഈ മീറ്റിംഗിൽ വിളിച്ചിരിക്കുന്നതെന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ആ രംഗത്തേക്കൊന്ന് കണ്ണുയർത്തി പോകണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ കർത്തൃദാസന് വീട് പോട്ടെ, കാറ് പോട്ടെ, ഒരു പുതപ്പ് പുതയ്ക്കാൻ ഉള്ള ഭാഗ്യം കിട്ടിയോ? സ്തോത്രം. ചരിത്രം പറയുന്ന വാക്കുകൾ സത്യസന്ധമായി ശ്രദ്ധിക്കണം. ഇന്ന് കാട്ടുന്ന ഈ വെപ്രാളവും വിഭ്രതിയും ഈ ലോങ് ജമ്പും, സ്തോത്രം, ഈ മാസ്മരിത്തവും ഒന്നും അപ്പസ്തോല പിതാക്കന്മാർ സ്വപ്നം കണ്ടിട്ടുള്ളതല്ല പ്രിയരെ. ഇത് ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് നടത്തുന്ന ഹിപ്നോട്ടിസമാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉയർത്തിപ്പിടിക്കുന്നത് ചങ്കോട് ചേർന്ന ജീവന്റെ വചനമായിരിക്കട്ടെ. നിത്യതയാണ് വലുതെന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, മണ്ണിനേക്കാൾ വിണ്ണാണ് വലുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ചരിത്ര വസ്തുതകൾ വിലയിരുത്തുമ്പോ ഈ കത്ത് കർപ്പോസിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട പൗലോസിന്റെ അടുക്കലെത്തിയപ്പോഴേക്കും സമയം വളരെ വൈകി. തിമത്തിയോസിന്റെ അടുക്കലെത്തിയപ്പോഴേക്കും സമയം വളരെ വൈകി. അദ്ദേഹം നേരെ കർപ്പോസിന്റെ വീട്ടിലെത്തി. പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും ഒരു കെട്ടായി വാരിക്കെട്ടി തോളിൽ വെച്ച് ദിവസങ്ങൾ മുള്ളും മുരടും മലയും ഒക്കെ ചവിട്ടി 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 നേരെ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നു. എത്തിയിട്ട് തിരക്കി, പൗലോസ് എന്ന ഒരാളിനെ അറിയുമോ? വിശദീകരണം കൊടുത്തു ആളിനെ കുറിച്ച്. ഒടുവിൽ ഒരു സഹതടവുകാരനെ കണ്ടെത്തി. ആ സഹതടവുകാരൻ ചോദിച്ചു, നിന്റെ പേരാണോ തിമത്തിയോസ്? അതെ, എന്റെ പേരാ തിമത്തിയോസ്. നിന്റെ സ്പിരിച്വൽ ഫാദർ ആയിരുന്നു പൗലോസ്? അതെ, എന്റെ സ്പിരിച്വൽ ഫാദർ ആയിരുന്നു പൗലോസ്. ഒരു ദുഃഖ സത്യം നീ അറിയണം. ഇന്നലെ ഉച്ച കഴിഞ്ഞ് നിന്റെ പിതാവിന്റെ ശവമടകതേ, അതെ, ശിരച്ഛേദനം ഓസ്തിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിൽ വെച്ച് ഗവൺമെന്റ് നടത്തിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഈ സമയം കയ്യിലെ കെട്ട് തെറിച്ചു എന്നാണ് ചരിത്രം. നിലത്തോട്ട് മുട്ടുകുത്തി നിന്നുകൊണ്ട്, എന്റെ പിതാവേ പൗലോസേ, ഞാൻ ഇനിയും നിന്നെ എന്നൊന്ന് കാണും എന്ന് പറഞ്ഞ് തിമത്തിയോസ് അലറിക്കരഞ്ഞതായിട്ടാണ് ചരിത്രം. വന്ന ആഗതന്റെ വിശദീകരണത്തിൽ മരണം നടന്ന രീതി. അന്ന് രാവിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു, അതേ, പിരമിഡിന്റെ ചുവട്ടിലെ ചന്ത നടക്കുന്ന സമയം, ക്രൈസ്തവ മതപരിവർത്തനത്തെ, ജനത്തെ ഭയപ്പെടുത്തി തടയുക എന്ന ലക്ഷ്യത്തോടുകൂടെ അന്ന് തന്നെ കുല നടത്തണമെന്നും അത് ജനക്കൂട്ടത്തെ നടത്തിക്കൊണ്ടുപോയിട്ടായിരിക്കണമെന്നുമായിരുന്നു ഗവൺമെന്റിന്റെ നിർദ്ദേശം. അതനുസരിച്ച് 10 പടയാളികളാണ് നിയോഗിക്കപ്പെട്ടത്. അവർ കുഴിക്കരയിൽ എത്തിച്ചേർന്നു. ഈ ദൈവദാസനെ ഒരു കയറിന്റെ സഹായത്തോടെ കരയ്ക്കോട്ട് കയറ്റി. നിങ്ങൾ ഈ രാത്രി ഇരിക്കുന്നത് ഗ്രൗണ്ടിലാണെങ്കിലും നിങ്ങൾ വിശ്വാസ കണ്ണുകളാൽ ആ രംഗം ഒന്ന്, ആത്മക്കണ്ണുകളാൽ ഒന്ന് കാണണം. ഞാൻ നിങ്ങളുടെ മുൻപിൽ ആ ചിത്രം ഒന്ന് വരച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. 5 ദൈവദാസ, അതെ, പട്ടാളക്കാരെ, 5 പടയാളികളെ ഒരു വശത്ത് നിരത്തി നിർത്തി, 5 പടയാളികളെ മറുവശത്ത് നിരത്തി നിർത്തി. സ്തോത്രം. നടുക്ക പൗലോസ്. അവരിൽ 5 പേരുടെ കൈകൾ പരസ്പരം ബന്ധിച്ചിരുന്നു. ഒടുവിൽ പൗലോസിന്റെ കൈ അവരോട് ചേർത്ത് ബന്ധിച്ചു. സ്തോത്രം. ഈ ജനം നേരെ, ഈ ഗ്രൂപ്പ് നേരെ അടുത്തുള്ള പിരമിഡിന്റെ ഭാഗത്തോട്ടെത്തി. മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന ചന്തയാണ്. ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർ മുഴുവൻ ഈ രംഗം കാണാൻ ഓടിക്കൂടി. ആ യാത്ര ഓസ്റ്റിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിലേക്ക് നീങ്ങുകയാണ്. പുറകിൽ ഇരമ്പിക്കൂടുന്ന ജനം. ചാർജ് ഷീറ്റ് റോമൻ ദേവന്മാരെ നിന്ദിച്ചവൻ എന്നാണ്. വിശദീകരണം ഇങ്ങനെയാണ്: പൂഴിമണ്ണ് വാരി മുകളിലേക്ക് എറിഞ്ഞും ഇലത്തലപ്പുകൾ പറിച്ചെറിഞ്ഞും കൊന്നുകള 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 എന്ന് പറഞ്ഞ് അട്ടഹസിച്ചുകൊണ്ട്
ഒരു വലിയ പറ്റം ജനം ഒരു കൊടുങ്കാറ്റ് പോലെ പുറകിൽ ഇരമ്പി നിൽക്കുമ്പോൾ അതിന്റെ മുൻപിൽ 5 പടയാളികൾ ഒരു വശത്തും 5 പടയാളികൾ മറുവശത്തും നിരന്നു നിൽക്കുന്നതിന് നടുവിൽ ചങ്ങലക്കിടപ്പെട്ടവനായി ഈ കർത്തൃദാസൻ നിൽക്കുന്ന കാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കണം. നടന്നങ്ങോട്ട് നീങ്ങുകയാണ്. എന്റെ ചിന്ത ആ മുഖത്തേക്കൊന്ന് നോയിക്കേ. നിരാശ ലെവലേശമില്ല, നിലവിളി ഒട്ടുമില്ല. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ പറയാം, അനുഭവിക്കുന്ന ശോധനയിൽ സ്തോത്രം ചെയ്യാൻ കൃപ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് അനുഗ്രഹം തന്നെയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്ന് പറഞ്ഞ ദൈവദാസൻ അങ്ങോട്ട് ചേരാൻ കൊതിച്ചുകൊണ്ട് തന്റെ ചുവടുകൾ വയ്ക്കുകയാണ്. സ്തോത്രം. 3-ാം സ്വർഗത്തോളം എത്തി കണ്ട വെളിപ്പാടുകളുടെ ആധിക്യം ഇനിയും ആത്മമണ്ഡലത്തിൽ നേരിട്ട് കാണുന്ന മിനിറ്റുകൾ അടുത്തു വരുന്നു എന്ന ചിന്ത ഉള്ളിനെ ഭരിക്കുമ്പോൾ തന്റെ നാവിൽ അന്യഭാഷയിൽ, മറ്റാരേക്കാളും ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് എഴുതിയ കർത്തൃദാസൻ അന്യഭാഷ പറഞ്ഞുകൊണ്ടാകാം ആ ചുവടുകൾ വെച്ച് നീങ്ങിയത്. സ്തോത്രം. പരാജിതനെ പോലെ തല താഴ്ത്തിയല്ല, കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ടല്ല, ഒരു ജയാളിയെ പോലെ ദമസ്കോസിന്റെ പടിവാതിക്കൽ ഞാൻ കണ്ട യേശുവിനെ ഇനി അധികം താമസിക്കാതെ ഞാൻ നേരിട്ട് കാണുന്ന ദിവസങ്ങൾ, മണിക്കൂറുകൾ അടുത്തു വരുന്നു എന്ന ചിന്തയിൽ ആ കർത്തൃദാസന്റെ പാദങ്ങൾക്ക് വേഗത കൂടി. ഓ സ്തോത്രം. യാത്ര കുലനിലത്തെത്തിക്കഴിഞ്ഞു. മുട്ടുകുത്തി നിൽക്കാൻ ആരാച്ചാർ കൽപ്പിച്ചു. മുട്ടുകുത്തി ഒരു കറുത്ത തുണി കൊണ്ട് തലമൂടി. ആരാച്ചാരന്റെ മിന്നിത്തിളങ്ങുന്ന പടവാൾ ഈ കർത്തൃദാസന്റെ കഴുത്തിലൂടെ ഒന്ന് കയറി ഇറങ്ങി. ഒരു കാലഘട്ടം കണ്ട ക്രൈസ്തവ സഭയുടെ കരുത്തുറ്റ പ്രവാചകനും ദർശകനുമായ കർത്തൃദാസന്റെ ആ ഡെഡ് ബോഡിയിൽ ആ ഭാഗത്തെ ശരീരത്തിൽ നിന്ന് ആ തെറിച്ചു വീണ ആ തല ചരിത്രം പറയുന്നു 3 ആ ഭൗമ തേജസ്സോടെ 3 തെറിച്ചുരുണ്ടു. ആ കബന്ധം, ആ ജഡം പുറകോട്ടു മലച്ചു. ആ ഭക്തൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെയായി. ഞാൻ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളോട് ചോദിക്കുന്നു, ഒരായുസ് കൊണ്ട് എന്ത് നേടി? ഈ രാത്രി വചനത്തിന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനയോടെ കേൾക്കണേ. ഒരായുസ് കൊണ്ട് എന്ത് നേടി? വെട്ടിപ്പിടിച്ച സഭകളെയെല്ലാം ചേർത്ത് നിർത്തി അതിന്റെ പ്രസിഡന്റായില്ല. സ്തോത്രകാഴ്ച പൈസ കൊണ്ട് കൊട്ടാരം പണതില്ല. അത് എരഗതിക്ക് പരഗതിയില്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ദൈവത്തിന് സ്തോത്രം പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും സമയത്ത് കയ്യിൽ കിട്ടാത്ത ആ കർത്തൃദാസൻ നിത്യത കൈവിട്ടു പോകാതെ അവിടെ എത്തിയതാണ് സത്യമെങ്കിൽ ഈ ഭൂമിയിൽ എൻ്റെ ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്ന ശോധന എത്ര വലുതാണെങ്കിലും ഇതിന് നടുവിൽ കൃപ നഷ്ടപ്പെടുത്താതെ ഈ രാത്രി ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ ചൂണ്ടി പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ പറയുന്നു, കൊട്ടാരം അനുഭവിക്കാനാണ് ഭാഗ്യമെങ്കിൽ എന്റെ കൂടെപ്പിറപ്പെ താങ്കൾ അനുഭവിച്ചു കൊള്ളുക. സമൃദ്ധിയല്ല, ശോധനയാണെങ്കിലും നീ അത് അനുഭവിച്ചു കൊള്ളുക. എന്നാൽ ഇന്ന് രാത്രി പറയണം, ഏത് സ്ഥാനത്തും എന്റെ ദൈവകൃപ നഷ്ടപ്പെടുത്താതെ എനിക്ക് നിത്യതയിലെത്തണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകട്ടെ.